ഞാൻ 1990കളിൽ ജനിച്ച് ഒരു 2000-ന് ശേഷം രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു തുടങ്ങുന്ന ഒരാളാണ്. നമ്മുടെ ഒരു ബോധം രൂപപ്പെടുന്ന കാലം മുതൽ നമ്മുടെ സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ധാരണ രൂപപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ജീവിതം നടക്കുന്നത്, ഞാൻ കോഴിക്കോട്, മലപ്പുറം, വയനാട് പോലുള്ള ജില്ലകളിലാണ് ജീവിച്ചത്. അപ്പോൾ പല രീതിയിലുള്ള ആളുകളെ നമ്മൾ ഈ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഒന്ന്, വയനാട്ടിലുള്ള വളരെ അടിത്തട്ടിൽ നിൽക്കുന്ന മനുഷ്യരെ കാണേണ്ടി വരുന്നുണ്ട്. മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുമ്പോൾ മതപരമായി പല രീതിയിലും വേർതിരിഞ്ഞ് നിൽക്കുകയും പലതരം വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുകയും ഇവരുടെ ഒരു ഐക്യമൊക്കെ കാണുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിച്ച് വളരുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കുമ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിലാണ് എന്നെ ബാധിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് സാമ്പത്തികമായും മറ്റും ബാധിച്ചിരിക്കുന്ന പല കാര്യങ്ങളുടെയും കാരണങ്ങൾ എന്നതിനെ പറ്റിയുള്ളൊരു ആലോചന നടത്തുന്നത് ഞാൻ പിൽക്കാലത്താണ്. പ്രത്യേകിച്ച് നമുക്ക് എഴുത്തിലേക്കൊക്കെ വന്ന സമയത്താണ് എന്താണ് ഇതിൻ്റെ ഒരു സാമൂഹികവും സാമ്പത്തികവുമായൊരു അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പശ്ചാത്തലം എന്നതിനെ പറ്റിയൊക്കെ ഞാൻ പലതരം കാര്യങ്ങൾ വായിച്ചും മറ്റും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക നയം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നൊരു അടിസ്ഥാനപരമായ ധാരണ ഇത് പൊതുവെ മനുഷ്യർക്ക് ഉണ്ടാവാറില്ല. ഈ ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തെ ബാധിക്കുന്നതല്ല എന്ന രീതിയിലുള്ള വളരെ അപൊളിറ്റിക്കലായ പല സങ്കല്പങ്ങളും പല ആളുകൾക്കും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലും കാണാൻ പറ്റും. ഇക്കാലത്തെ ചെറുപ്പക്കാരിലും അത് കാണാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു ജീവിതാനുഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നതും താമസിക്കുന്നതും. അപ്പോൾ ഇവിടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ കോർപ്പറേഷൻ ഭരണം വലിയൊരു മാറി. കോർപ്പറേഷൻ ഭരണം മാറി എന്ന് പറഞ്ഞാൽ LDF ഭരിച്ചിരുന്ന കോർപ്പറേഷൻ പിന്നീട് UDF മാറി. ഇതിൻ്റെ എനിക്കുണ്ടായൊരു പ്രത്യേക അനുഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ മാത്രമല്ല, എൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഉണ്ടായൊരു പ്രത്യേക അനുഭവം എന്ന് പറയുന്നത്, ഈ ഒരു കോർപ്പറേഷൻ്റെ ഭരണമാറ്റത്തിന് ശേഷം കൊതുകിൻ്റെ ശല്യം വളരെ രൂക്ഷമായി. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രശ്നമാകുന്നത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിഷയമാകുന്നത് നമ്മളാരും ചിന്തിക്കാറില്ല. വളരെ അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ബേസിക് കാരണം എന്ന് പറയുന്നത്, കോർപ്പറേഷൻ്റെ മാലിന്യ നീക്കങ്ങൾ നിലച്ചതുകൊണ്ടും പ്രത്യേകിച്ച് അവർ ഫോഗിങ് പോലുള്ള സംവിധാനങ്ങൾ നടത്താതെ കൊണ്ട് വന്നൊരു മാറ്റമാണ്. അതായത് നിങ്ങളെ കൊതുകടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പോലും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണകൂടത്തിനാകും എന്നതൊരു അടിസ്ഥാന ധാരണ പോലും ഇല്ലാത്തവർക്ക് മാത്രമേ ഉള്ളൂ. വളരെ അപൊളിറ്റിക്കലായ രീതിയിൽ രാഷ്ട്രീയം എൻ്റെ ഒരു വിഷയമല്ലെന്നും രാഷ്ട്രീയത്തിൽ എൻ്റെ വോട്ട് അത്ര വലിയ പ്രധാനപ്പെട്ടതല്ലെന്നൊക്കെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു അന്തരീക്ഷം നിന്നുകൊണ്ടാണ് ഞാൻ പൊതുവേ സാംസ്കാരിക മേഖലയെ പോലും വിലയിരുത്താറുള്ളത്. എന്താണ് സമീപകാലത്ത് നടന്നിരിക്കുന്ന സാംസ്കാരികമായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ എന്ത് തരം ട്രെൻഡുകളാണ് സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിൻ്റെ വലിയൊരു ഡാമേജ് എനിക്ക് മനസ്സിലാവുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സെലിബ്രിറ്റി ചെയ്യുന്ന പല വർക്കുകളും, അതായത് പല പ്രൊഡക്റ്റുകളും, സാംസ്കാരികമായ പല സിനിമയാകാം, സാഹിത്യ സൃഷ്ടികളാകാം, മറ്റെന്തും ആയിക്കോട്ടെ, എന്തെങ്കിലും ഇവൻറ്റുകളാകാം, എൻ്റർടൈൻമെൻറ്റ് ഇവൻറ്റുകളാകാം, ഇതെല്ലാം അടിസ്ഥാനപരമായി മനുഷ്യനെ, അവൻ്റെ ഭൗതികമായ ശേഷികളെ നിർജ്ജീവമാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നമ്മൾ കരുതിയത് അല്പം വായനയും എഴുത്തും എല്ലാം ഉള്ള ഒരാളുകൾ വളരെ കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന, അതിനെ ആ രീതിയിൽ അവതരിപ്പിക്കുന്ന മനുഷ്യരാണെന്നതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാണുന്നത്. കേവലം വളരെ വികാര തീവ്രത കാണിച്ചുകൊണ്ടോ എന്തെങ്കിലും സെല്ലിംഗ് പോയിൻറ്റുകൾ കണ്ടെത്തിക്കൊണ്ടോ വിപണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക മേഖലയാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ളത്. ഇതെങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കുന്നത് എന്നതിനെപ്പറ്റിയും ആളുകൾക്ക് ധാരണയില്ല. നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു, എഴുത്തുകാരനായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു, അറിയപ്പെടാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. പക്ഷേ നമുക്ക് കൃത്യമായ ധാരണയില്ലാത്തത് ഇത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്ന കാര്യത്തിലാണ്. പ്രത്യേകിച്ച് ഇത്തരം ഭൗതികമായ വ്യായാമമായി മാറേണ്ടിയിരുന്ന പല പ്രവൃത്തികളും കേവലം ആനന്ദത്തിലേക്ക് മാറുന്നതോടുകൂടി നമ്മുടെ ഭൗതികമായ പല കാര്യങ്ങളിലും നമുക്ക് തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തെ പോലും വലിയ രീതിയിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് അതിനെ മാറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ വലിയ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷികൾ വരുന്നു, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, വലിയ കോർപ്പറേറ്റ് കമ്പനികൾ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരം മാനിപ്പുലേഷന് വഴങ്ങുന്ന ഒരു ജനതയായി മാറുന്നിടത്താണ് എന്തുകൊണ്ട് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാകുന്നു എന്ന കാര്യം ആലോചിക്കേണ്ടതുള്ളത്. ഞാൻ കേരളത്തിലെ ഒരു കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെ കാണുന്നത് ഒരു പ്രതിപക്ഷ സമരം എന്ന രീതിയിലാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ഫാസിസ്റ്റ് ചായ്വുള്ള, അല്ലെങ്കിൽ ഫാസിസം തന്നെ വിളിക്കാവുന്ന ഒരു ക്രോണിക് ക്യാപിറ്റലിസ്റ്റ് ഭരണകൂടത്തിന് കീഴിലാണ് ജീവിക്കുന്നത്.
ഇത് പറയുമ്പോൾ പലരും പറയുന്ന ഒരു വാദം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് സാംസ്കാരിക മേഖലയിലെ ആളുകൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹിന്ദുത്വ ഫാസിസം വരെ എത്തും അവർ. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇതിനകത്തുള്ളൊരു സാമ്പത്തിക നില എന്താണ്, അല്ലെങ്കിൽ സാമ്പത്തികമായി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എന്താണ് ഈ ഭരണകൂടം ചെയ്യുന്നത്, ഈ രീതിയിലുള്ള വിശകലനമൊന്നും നമ്മുടെ സാംസ്കാരിക ബുദ്ധിജീവികൾ പൊതുവെ നടത്താറില്ല. കാരണം ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്രോണിക് ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ടൂള് മാത്രമാണ്. അതായത് അധികാരം പിടിക്കാനും ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും ജനങ്ങളെ യോജിപ്പിച്ച് നിർത്താനോ ഭിന്നിപ്പിച്ച് നിർത്താനും ഒരു ഭരണകൂടം ഉപയോഗിക്കുന്ന ടൂളാണ് നമ്മളെപ്പോഴും വിമർശന വിധേയമാക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഭാഗമായി ആർക്കാണ് ഇതിൻ്റെ നേട്ടം എത്തിപ്പെടുന്നത്, എന്താണ് അവരുടെ ലക്ഷ്യം, ഈ രീതിയിലേക്കുള്ള ആലോചന പൊതുവേ നമ്മുടെ ബുദ്ധിജീവികൾ നടത്തുന്നില്ല എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. അത്തരമൊരു വിമർശനത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളതിനെ നേരിടേണ്ടതും. അപ്പോൾ ഇതിനെ നേരിടുമ്പോഴാണ് എന്താണ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രതിപക്ഷ ദൗത്യം, ഒരു സംസ്ഥാനം എന്ന രീതിയിലും ഒരു ജനത എന്ന രീതിയിലും നമ്മൾ എന്ത് തരം പ്രതിപക്ഷ സ്വഭാവമാണ് ഇത്തരമൊരു ഭരണകൂടത്തിനെതിരെ കാണിക്കുന്നത്, അതിന് നമ്മുടെ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് നമ്മൾ ഇക്കാലത്ത് ഒരു വോട്ട് ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ അങ്ങനെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പോലും കാണുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ പാർലമെൻറ്റിലേക്ക് അയച്ചിരിക്കുന്ന എം പിമാരുടെ കാര്യം, തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്ന എം പിമാരുണ്ട്, രാജ്യസഭയിൽ അംഗമായിരിക്കുന്ന എം പിമാരുണ്ട്. ഇവരുടെ എന്താണ് നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെ എന്താണ് അവരവിടെ ചെയ്യുന്നത്, എന്താണ് നമുക്ക് വേണ്ടി അവർ ഉന്നയിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോഴാണ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു തെറ്റ് നമ്മൾ തിരിച്ചറിയുന്നത്. ഈ തെറ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സംസ്ഥാന ഭരണകൂടത്തെ വിലയിരുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നോക്കുമ്പോഴാണ് നമ്മൾ കാണിച്ച ആ തെറ്റിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഒരു അന്തരീക്ഷമായതുകൊണ്ട് മാത്രമാണ്. ഇതാണ് അടിസ്ഥാനപരമായി ഇടതുപക്ഷത്തോടുള്ള എൻ്റെ ഇപ്പോൾ ഈ സമീപകാലത്തുണ്ടാകുന്ന ഒരു താല്പര്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ അതൊരു വലിയൊരു പ്രതിപക്ഷ സ്വരമായി മാറാൻ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ പേരിലാണ് നമുക്ക് ഇപ്പോൾ മറ്റ് പല രീതിയിലും സാമ്പത്തികമായി മറ്റും കിട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പല രീതിയിൽ അടിച്ചമർത്തലുകളും പല രീതിയിലെ ആക്ഷേപങ്ങളും നമുക്കെതിരെയുള്ള പലതരം ക്യാമ്പയിൻസും ഭരണകൂടം തന്നെ നമുക്ക് തരുന്ന പല ഫണ്ടുകളും മുടങ്ങുന്നതിൻ്റെയൊക്കെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളത്. ഇനി നമുക്കുള്ളത് അടുത്ത ഒരു ഭരണകൂടം വരുന്നത് ആരായിരിക്കണം എന്ന തീരുമാനമാണ്. ഇപ്പം നമുക്കറിയാം, സാംസ്കാരിക മേഖലയിൽ നിന്നടക്കം തുടർഭരണത്തിനെതിരെയുള്ള പല രീതിയിലുള്ള ക്യാമ്പയിൻസ് കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്തെന്നുള്ളതാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. തുടർഭരണം ഒരിക്കലും ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യമല്ല. ഇത് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടത്തെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തെ ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മറ്റ് രീതിയിലുള്ള ഹൈജാക്കിംഗ് ഒന്നും നടക്കാത്തൊരു സാഹചര്യത്തിൽ ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. ആ രീതി തന്നെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടതും. എന്നാൽ ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് പ്രതിപക്ഷം നമുക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. തീർച്ചയായും നമ്മൾ ഒരു തുടർഭരണം വേണ്ട എന്ന തീരുമാനം എടുക്കുമ്പോൾ പ്രതിപക്ഷം നമുക്ക് വേണ്ടി എന്ത് തരുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ സ്വഭാവം എന്താണ്, ഇത്തരം ഹിന്ദുത്വ രാഷ്ട്രീയത്തോടുള്ള അവരുടെ പ്രതികരണം എന്താണ്, അല്ലെങ്കിൽ ഇത്തരം രീതിയിലുള്ള ഒരു ക്രോണിക് ക്യാപിറ്റലിസ്റ്റ് നയം കൊണ്ടുവരുന്നതിനോട് എതിരെ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോഴാണ് ഇപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയം, പ്രത്യേകിച്ച് BJP ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പല നയങ്ങളുടെയും അടിസ്ഥാന കാരണം 1990-കൾ, ഏതാണ്ട് ഞാൻ ജനിച്ച് വളരുന്ന ആ സമയത്ത് മൻമോഹൻ സിംഗ് മന്ത്രിസഭ നടപ്പിലാക്കിയ നിയോ ലിബറൽ നയങ്ങളുടെ തുടർച്ചയാണെന്നും അതിൻ്റെ ഏറ്റവും പീക്കിലെത്തിയിരിക്കുന്ന അവസ്ഥയാണ് ഈ ക്രോണിക് ക്യാപിറ്റലിസം എന്നും നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ നമ്മുടെ ഭരണകൂടം, നമ്മുടെ കേരള സർക്കാർ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളിലും പൊതുമേഖലകൾ, പ്രത്യേകിച്ച് ആരോഗ്യം, വിദ്യാഭ്യാസം പോലുള്ള പൊതുമേഖലകളിലും ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ജീവിക്കാൻ ഉതകുന്ന ഒരു സാഹചര്യം ലഭ്യമാക്കുന്നത്. ഇത് മറ്റെവിടെയും ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പം ഈ ഘട്ടത്തിലാണ് നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾ പോലും പറയുന്നത്, സർക്കാരിൻ്റെ ചുമതലയല്ല ഇതൊന്നും, പ്രത്യേകിച്ച് റോഡ് ഉണ്ടാക്കാൻ ആർക്കും പറ്റും, ഇത് ആരുടെ ഉത്തരവാദിത്തമല്ല എന്ന് കൽപ്പറ്റ നാരായണ ആശയെ പോലുള്ള ചിലർ പറയുന്നു. മറ്റ് പ്രതിപക്ഷ നേതാക്കൾ പറയുകയാണ് ഗവൺമെൻറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റർ മാത്രമാണ് ഗവൺമെൻറ് എന്നും പറയുന്നു. വാസ്തവത്തിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം
നികുതി പണം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കുകയും അതിനുശേഷം ഉണ്ടാക്കുന്ന ആരോഗ്യമാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ ഇത്തരം അടിസ്ഥാന ആവശ്യങ്ങൾ ബാധിക്കുന്ന അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന മേഖലകളെയെല്ലാം പ്രൈവറ്റ് സെക്ടറിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുമെന്നാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന കാര്യം ഇതാണ്. അപ്പോൾ ഈ നയം നമുക്ക് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുക എന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല പലപ്പോഴും. നമ്മൾ കരുതുന്നത് പ്രൈവറ്റ് സെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ മനോഹരമാകും, വലിയ രീതിയിൽ വികസിക്കും എന്നുള്ളത് ചില ധാരണകളാണ്. എന്നാൽ ഇങ്ങനെ എത്തിക്കഴിയുമ്പോൾ നമ്മളൊരു ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സമത്വമാണ്. ഈ സമത്വം നടപ്പിലാക്കാൻ നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിൽ ഒരിക്കലും സാധിക്കില്ല. അതിപ്പോൾ സംവരണം മാത്രമല്ല, ഒരു തരത്തിലുള്ള നീതിയും, ഇപ്പോൾ സ്ത്രീകൾക്ക് നീതി കിട്ടുമോ, അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യന്മാർക്ക് നീതി ഉറപ്പാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കാര്യങ്ങളിലും നമുക്ക് നീതി ഒരു മാനദണ്ഡമാകാതെ വരും. ഇത് നമ്മളെപ്പോലുള്ള വളരെ അസമത്വം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് പ്രത്യേകിച്ച് ഇത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ സമത്വം സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റായി നിൽക്കുന്ന നിലപാടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണെന്നുള്ള നിലപാടുകൾ. ഇത് വാസ്തവത്തിൽ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കാണാം, ഇന്ത്യയുടെ അന്തരീക്ഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് ധനികർ കൂടുതൽ ധനികരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന അവസ്ഥ. ഈ അവസ്ഥയിലേക്കാണ് നമ്മളെ ഇത്തരം ഒരു നയം പ്രഖ്യാപിക്കുന്ന ഭരണകക്ഷികളെ അല്ലെങ്കിൽ ഒരു മുന്നണിയെ തിരഞ്ഞെടുക്കുന്നതിൽ എത്തിക്കുക. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ സൂക്ഷിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് നമ്മുടെ വോട്ട് ആർക്ക് എന്നുള്ളത്. ആ വോട്ടിന് മുമ്പ് നമുക്കൊരു ബദലുണ്ട്. ഈ ബദൽ എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ജനങ്ങൾക്ക് വേണ്ടി നിലനിർത്തുന്ന ഒരു ഭരണകൂടത്തിനൊപ്പം നിൽക്കണമോ, അതോ ഇതെല്ലാം സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ലെന്നും ഇതെല്ലാം ഞങ്ങൾ വിറ്റൊഴിക്കുമെന്ന് പറയാതെ പറയുന്ന ഒരു മുന്നണിക്ക് വേണ്ടി നമ്മൾ വോട്ട് നൽകണമോ എന്നതാണ് നമുക്ക് മുമ്പിലുള്ള കാതലായ ചോദ്യം. ഇത് മാത്രമല്ല, ഇതിനു പുറമെ എങ്ങനെയാണ് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം വളരെ പ്രകടമായ രീതിയിൽ അതിൻ്റെ പല രൂപങ്ങളും വ്യക്തമാക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സ്റ്റേറ്റ് എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ പ്രതിപക്ഷം എന്ന രീതി ഞാൻ പറയുന്നത് നമ്മളായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തെ, നമ്മളെല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തെ മുന്നോട്ട് വയ്ക്കാൻ പറ്റുക എന്നതിൻ്റെ തീരുമാനം കൂടിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്തരം ഒരു തീരുമാനം കൈക്കൊള്ളാൻ നമുക്ക് എല്ലാവർക്കും ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ നേട്ടമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വ്യക്തിപരമായ നേട്ടമല്ല, നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യം കൂടിയാണ്. അത്തരം ഒരു ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഭരണകൂടം എങ്ങനെയാകണമെന്ന തീരുമാനം നമ്മൾ കൈക്കൊള്ളേണ്ടത്. തുടർഭരണം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രവണതയല്ല. അത് ഒരു പ്രത്യേക ലക്ഷ്യം മുൻനിർത്തി ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിന് വേണ്ടി ജനങ്ങൾ ഒന്നടക്കം കൈക്കൊള്ളുന്ന ഒരു തീരുമാനമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പ്രത്യേകിച്ച് ഒരു സംസ്ഥാനത്തിന് പലതരം പരിമിതികളുള്ള സ്ഥലത്ത് അതൊരു സമഗ്രാധിപത്യ പ്രവണതയെ ഉണ്ടാക്കിയെടുക്കുമെന്നൊക്കെ ആരോപിക്കുന്നത് തന്നെ അടിസ്ഥാനരഹിതമാണ്. അത്തരം വിശകലന ബുദ്ധി ഇല്ലാതെ ചിലർ ഉന്നയിക്കുന്ന വാദങ്ങൾ മാത്രമായി നമ്മളതിനെ കാണേണ്ടതുള്ളൂ. വാസ്തവത്തിൽ നമുക്കിപ്പോൾ ആവശ്യം ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ കേരളത്തെ നിലനിർത്തുകയാണ്. ആ നിലനിർത്തുക എന്ന് പറയുന്ന ആവശ്യത്തിന് വേണ്ടി നമ്മൾ നിലവിൽ കൃത്യമായ രീതിയിൽ ജനപക്ഷ നയങ്ങളും ഹിന്ദുത്വ വിരുദ്ധ നിലപാടുകളും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ ശക്തമാക്കി മാറ്റുന്ന നയങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഭരണകൂടത്തെ തന്നെ തിരഞ്ഞെടുക്കേണ്ടതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.